ഗൈസ് നമ്മളെ കയ്യിലാണെങ്കിൽ 2 വണ്ടിയുണ്ട്. ഈ 2 വണ്ടിയാണെങ്കിൽ നമ്മൾ ഇന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തിനാണ് ഫ്രാങ്കിളിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്? ഒരു വണ്ടി എനിക്ക് തന്നേക്ക്, 2 ഇല്ലേ? പോടുന്നു, നിങ്ങൾക്കൊന്നും തരൂല. നിങ്ങൾക്ക് അതിന് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? എന്താ ഫ്രാങ്കിളിൽ നീ എന്നെ കളിയാക്കണോ? 1999 സ്റ്റേറ്റ് ചാമ്പ്യനാടാ ഞാൻ റേസിംഗിൽ. അറിയാം നിനക്ക്? ഇല്ല, അറിയില്ല. എത്ര നീ എന്നെ കളിയാക്കണോ? ആണെന്ന് കൂട്ടിക്കോ. ഗൈസ് നമ്മളെ കയ്യിലാണെങ്കിൽ ഇത് ഈ 2 നോർമൽ ആയിട്ടുള്ള കാറുകളുണ്ട്. ഇത് നമുക്കിന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് പുതിയൊരു വണ്ടി രൂപത്തിലോട്ട് ആക്കണം. ഫ്രാങ്ക്ലിനാ എന്താ ചെയ്യാൻ പോണേ? എടാ ഞാൻ എന്തായാലും ബെന്നിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൻ ഫ്രീ ആണെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹലോ. എന്താ ഇതാ മറ്റേ ഫ്രാങ്ക്ലിനാണല്ലോ. പറയണ ഫ്രാങ്ക്ലിൻ എന്താ? ബെന്നി ഇപ്പോൾ എവിടെ ഉള്ളത്? ഞാൻ ചെറുതായിട്ട് പച്ചക്കറി വാങ്ങാൻ വേണ്ടി കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ? അതെ, നമ്മളെ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണേനു. ആണോ? എങ്കിൽ നീ എന്റെ ഷോപ്പിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ടോ. ഓക്കെ. എടാ ബെന്നി പറഞ്ഞത് വണ്ടി ഷോപ്പിൽ കൊണ്ടുപോയി ഇടാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഈ 2 വണ്ടികളേറ്റും നേരെ നമ്മളെ ബെന്നിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോകണം. ഒരു കാര്യം ചെയ്യാ, ഒരു വണ്ടി ഞാൻ എടുക്കാം, മറ്റൊരു വണ്ടി ഗ്രാൻഡ്പാ നിങ്ങൾ വണ്ടി ഓടിക്കൂലേ? ഞാൻ വണ്ടി ഓടിക്കാം. എന്നാ ഒന്ന് നോക്കാം, നമുക്ക് നേരെ ബെന്നിന്റെ വർക്ക്ഷോപ്പിലോട്ട് പോവാ. നമുക്കൊരു വണ്ടി കയറാം. എടാ ഷിൻചാനെ, നീ വേണമെങ്കിൽ എന്റെ വണ്ടി കയറിക്കോ. വേണ്ട, നിങ്ങൾക്ക് മര്യാദക്ക് വണ്ടി ഓടിക്കാറില്ല. ഞാൻ ഫ്രാങ്ക്ലിനാന്റെ കൂടെയാണ്. ഫ്രാങ്ക്ലിനാ നമുക്ക് പോവാ. ഗ്രാൻഡ്പാ നിങ്ങൾ വാട്ടോ. നിങ്ങൾ വിട്ടോ. ഓക്കെ, ഗ്രാൻഡ്പാ എന്തായാലും നമ്മളെ പിന്നാലെ വന്നോളും. നമുക്ക് എന്തായാലും പോവാം. അല്ല ഫ്രാങ്ക്ലിനാ, ഈ വണ്ടി എങ്ങനത്തെ ലുക്കിലോട്ട് ആവുക? അതൊന്നും എനിക്കറിഞ്ഞൂടാ, ബെന്നിയുടെ കഴിവ് പോലെ ഇരിക്കും. നമുക്ക് എന്തായാലും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ പോവാം. A few moments later. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളാണെങ്കിൽ ബെന്നിന്റെ വർക്ക്ഷോപ്പിലേക്ക് എത്താനായിട്ടുണ്ട്. ദേടാ വരുന്നത്, ഇതെന്ത് സാധനം? ഫ്രാങ്ക്ലിനാ ഇതെന്താ ട്രെയിനോ? ബസ്സിന്റെ ട്രെയിനിന്റെയും ഉണ്ടായ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഡള്ളാ, നീ എന്താ മുമ്പിൽ നിൽക്കുന്നത്? മാടാ, അല്ലെങ്കിൽ നിന്നെ തെറിപ്പിക്കും. സോറി ചേട്ടാ. എടാ നമുക്ക് മാറാം, അല്ലെങ്കിൽ അവന്മാർ നമ്മൾ ഇടിച്ചു കൊല്ലും. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരും കാണില്ലല്ലോ. എന്തായാലും ഇവിടെ നിൽക്കാം. അതൊക്കെ പോട്ടെ, എവിടെ നമ്മളെ ഗ്രാൻഡ്പാ നമ്മളെ പിന്നാലെ വരും പറഞ്ഞിട്ട്. ഫ്രാങ്ക്ലിനാ, ഞാൻ അപ്ലൈ പറഞ്ഞില്ലേ, പുള്ളിക്കാരന് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടാവും. എടാ നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, പുള്ളിക്കാരൻ വരുമായിരിക്കും. അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് മര്യാദക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ അവന്മാരുടെ മുന്നിൽ ഷൈൻ ചെയ്തതാ. അയ്യോ ഇതെന്ത് സാധനം, അയ്യോ ജസ്റ്റ് മിസ് ആവും. എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാതെ ഇവിടെ വരെ എത്തി. എന്തായാലും അവന്മാർ ഇവിടെ ഉണ്ടല്ലോ. അല്ല ഗ്രാൻഡ്പാ, നിങ്ങൾ ഇത്ര സമയം ഓടി, എത്ര നേരമായി? അത് പിന്നെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. ഞങ്ങൾ പിന്നെ ആകാശത്ത് കൂടെ വന്നത്, ഞങ്ങൾ വയലിൽ തന്നെയാണല്ലോ വന്നത്. അവിടെ ഒരു ബ്ലോക്കും ഇല്ല. നിങ്ങൾ ചുമ്മാ തള്ളല്ലേ. അതൊക്കെ പോടെ, എവിടെയാ നിങ്ങളുടെ ബെന്നി ഫുഡ് കഴിക്കാൻ പോയതാ, ഇപ്പൊ വരും. A few moments later. ബെന്നിച്ചായ, നല്ല ബിരിയാണി ആയിരുന്നു, അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നു. എന്തോ ഉറക്കം വരുന്നുണ്ടെന്നോ? ഇനിയും പണിയുണ്ട്. ഓക്കെ, ആ ഫ്രാങ്ക്ലിന്റെ വണ്ടി പണി തീർക്കാനുണ്ട്. ബെന്നിച്ചായ, അപ്പൊ റെസ്റ്റ് ടൈം ഒന്നും ഇല്ലേ? ഇന്ന് റെസ്റ്റില്ല, ഫ്രാങ്ക്ലിന്റെ വണ്ടിയുടെ വർക്ക് തീർക്കണം. എന്തൊരു കഷ്ടമുണ്ട്. എടാ നിനക്കൊക്കെ ഞാൻ ദിവസവും പൈസയും വെട്ടിമുണങ്ങാൻ നേരത്തിന് ഫുഡും തരുന്നില്ലേ? നോക്കി നിൽക്കാതെ വാ. എടാ ഈ വണ്ടിയുടെ വർക്ക് നിങ്ങൾ തീർത്തതല്ലേ? ഇതിന്റെ ആളെ നാളെ വരും. ബെന്നിച്ചായ, അത് പിന്നെ ഇതിന്റെ എഞ്ചിന്റെ കംപ്ലൈന്റ് അല്ലേ? എഞ്ചിൻ ഞങ്ങൾ ഊരി വെച്ചിട്ടുണ്ട്. എന്തോ എഞ്ചിൻ ഊരി വെച്ചെന്നോ? എടാ ഇതിന് എഞ്ചിന്റെ കംപ്ലൈന്റ് ഒന്നും ഇല്ലടാ. ഇതിന് ഒരു കംപ്ലൈന്റും ഇല്ല. ഇതിനാകെ ടയർ പഞ്ചറായതേ ഉള്ളൂ. പഞ്ചറായ വണ്ടിക്ക് എന്തിനാടാ എഞ്ചിൻ ഊരി വെച്ചത്? ഇവന്മാരെ കൊണ്ട്. സോറി ബെന്നിച്ചായ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ദൈവമേ, ഇങ്ങനത്തെ മണ്ടന്മാരെയാണല്ലോ എന്റെ കൂടെ പണിക്കുള്ളത്. എന്തേലൊക്കെ ചെയ്യാ. നിങ്ങൾ വാ, ഇപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിന്റെ വണ്ടിയുടെ പണി തീർക്കണം. അതെ, വൈകുന്നേരം ചായ അല്ലേ? എടാ ചായക്ക് ഞാൻ തരാം, നിങ്ങൾ വാ, വന്ന് പണിയെടുക്ക്. എടാ ഫ്രാങ്ക്ലിൻ, ഇതെന്താടാ 2 വണ്ടി? നീ ഒരു വണ്ടിയല്ലേ പറഞ്ഞേ? അല്ല ബെന്നി, 2 വണ്ടി ഉണ്ട്. എടാ അതിന്ന് തീരൊന്നും തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ് ബെന്നി, ഇന്ന് തന്നെ എങ്ങനെയും മാക്സിമം. നോക്കട്ടെ. അതൊക്കെ പോട്ടെ, നിനക്ക് ഏത് മോഡലിലോട്ട് ആക്കേണ്ടത്? നീ വല്ല വണ്ടിയുടെ പേര് പറ, ആ വണ്ടിയുടെ ലുക്കിലോട്ട് മാറ്റാം. അങ്ങനെയാണോ? നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലോട്ട് മാറ്റാൻ പറ്റുമോ? അതൊക്കെ പറ്റും. നീ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പേര് പറ, ആ വണ്ടിയുടെ രൂപത്തിലോട്ട് മാറ്റാം. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എടാ ഷിൻചാനെ, നീ ഒരു പേര് പറഞ്ഞ. അടിപൊളി വണ്ടി. അങ്ങനെയാണെങ്കിൽ സുപ്ര. ഫ്രാങ്ക്ലിനാ, സുപ്ര പറയാ. ബെന്നി, ഷിൻജാ പറഞ്ഞ പോലെ സുപ്ര പറ്റുമോ? സുപ്രയുടെ ലുക്കിലോട്ട് മാറ്റാൻ പറ്റുമോ ഈ വണ്ടി? അതൊക്കെ പറ്റും, റെഡിയാക്കാം. എന്തായാലും രാത്രിയാവും സമയം. ഓക്കെ, പിന്നെ കുറച്ച് പൈസ ചിലവുണ്ട്. സുപ്രയുടെ വണ്ടിയുടെ കിറ്റ് ഇതിമേ ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സാ. എന്തായാലും രാത്രിയാവും. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഇന്ന് തന്നെ വണ്ടി കിട്ടിയാൽ മതി. എന്നാ നിങ്ങൾ പോയിട്ട് രാത്രി വാ. അങ്ങനെയാണോ? ഓക്കെ, ഇന്ന് രാത്രിക്കുള്ളിൽ എല്ലാം പണി തീർക്കണം. ഓക്കെ, വേഗം തുടങ്ങിക്കോ. അല്ല ഫ്രാങ്ക്ലിനാ, നമ്മളിനിപ്പോ എന്ത് ചെയ്യും? രാത്രി വരെ ഇവിടെ നിൽക്കേ? എടാ ഇപ്പൊ തന്നെ ഉച്ച കഴിഞ്ഞു, നീ വൈകുന്നേരം വരെ പിടിച്ചെന്നാ പോരാ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കറങ്ങാം. വാ, എന്തായാലും പോയിട്ട് ഒരു ചായ കുടിക്കാം. അത് ശരിയാ, ചായ കുടിക്കാം. ഇവിടെ നല്ല ചായ സ്പോട്ട് ഉണ്ടാവും, പോയോക്കാം. നല്ല ചായയും കടിയും കിട്ടുന്ന സ്ഥലം. വാ. അതെ, എനിക്ക് ചായ പറ്റൂല, എനിക്ക് ബൂസ്റ്റ് മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോർലിക്സ്. ആദ്യം ഇവിടെ എവിടെയെങ്കിലും നല്ല കട കിട്ടുമോ നോക്കാം. നിങ്ങൾ വാ. ഞാൻ മരിക്കാൻ പോവാ. എനിക്ക് ഈ ലോകത്തിന് ജീവിക്കണ്ട. ഞാൻ ചാടാൻ പോവാ. ഞാൻ ഈ ബിൽഡിംഗിൽ നിന്ന് ഇപ്പൊ ചാടും, മരിക്കും. എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് ഈ ജീവിതം മടുത്തു. ഞാൻ ചാടാൻ പോവാ. ഞാൻ ചാടാ. എന്നെ ആരും തടയാൻ വരണ്ട. ഞാനിപ്പോ ചാടും. ദേടാ ഒരാൾ ചാടാൻ നിക്കണ്. എന്തേലും അയാളെ പോയിട്ട് തടയാ. വാ.
അല്ല അയാൾ എങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി? ആ ദേ ഇവിടെ ഏണിയുണ്ട്, ഈ ഏണി വഴി മേലോട്ട് പോവാ. വാ വാ വാ. എടാ ഫ്രാങ്കിൾ നിക്ക്, ഞങ്ങളുണ്ട്. എടാ നിങ്ങളും പിന്നാലെ കയറിക്കോ, അതെ സൂക്ഷിച്ച് കയറണേ. ഓക്കെ നമ്മളങ്ങനെ മുകളിലെത്തി. എന്താ ചേട്ടാ പ്രശ്നം? സൂയിസൈഡ് ചെയ്യാൻ പോകണോ? അതെ ബ്രോ എന്നെ തടയണ്ട, ഞാനിപ്പോ ചാടും ബ്രോ, എനിക്ക് മരിക്കാം, എന്നെ തടയരുത്. അത് പിന്നെ ചേട്ടാ ഇവിടുന്ന് ചാടിയാ ചേട്ടൻ മരിക്കത്തില്ല. ദേ കണ്ടില്ലേ, ഞാൻ ഇപ്പൊ ചാടി തരാം. ദേ കണ്ട, വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടണം, എന്നാലേ മരിക്കത്തുള്ളൂ. എന്ത് അത് ശരിയാണല്ലോ, ഇവിടുന്ന് ചാടിയപ്പോ എനിക്കൊന്നും സംഭവിച്ചില്ല. അതന്നെ ഞാൻ പറഞ്ഞത്, ചേട്ടന് മരിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബിൽഡിംഗ് ഉണ്ട് അപ്പുറത്ത്, അതിന്റെ മുകളിൽ പോയിട്ട് ചാടിക്കോ, അപ്പൊ ചേട്ടൻ മരിക്കും. എന്തടാ നീയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നവനാണോ? ഞാൻ മരിക്കണമെന്നില്ല, എനിക്ക് പേടിയാ മരിക്കാന്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് ശരി. അല്ല ചേട്ടാ ഇവിടെ നല്ല ചായയും സമൂസയൊക്കെ കിട്ടുന്ന കട ഉണ്ടോ? ഉണ്ട്. ഇവിടെ അടുത്തൊരു തട്ടുകട ഉണ്ട്, തങ്കമ്പച്ചേട്ടന്റെ ചായയും പപ്സും അടിപൊളിയാ. മുട്ട പപ്സും ഉണ്ട്, ചിക്കൻ പപ്സും ഉണ്ട്. അങ്ങനെയാണോ? എന്നാ നമുക്ക് അങ്ങോട്ട് പോവാ. അതെ, എന്റെ അടുത്ത് പൈസ അല്ലേ ചായ കുടിക്കാനുള്ള. ചേട്ടൻ ഞങ്ങളെ കൂടെ വന്നാ മതി, പൈസ ഒക്കെ ഞാൻ തന്നോളാം. അങ്ങനെയാണോ? എന്നാ വാ, ഞാൻ കാണിച്ചു തരാം കട, ഇവിടെ അടുത്താ, നിങ്ങൾ വാ. A few moments later. അങ്ങനെ സമയം രാത്രിയായി. വണ്ടിയുടെ പണി ഏകദേശം തീർന്നു അല്ലടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ബെനിച്ചായ സെറ്റ്. ഇപ്പൊ അവന്മാര് വണ്ടി കണ്ട എന്തായാലും നെട്ടും. അത്രേ ഉള്ളൂ, അതാണ് നമ്മുടെ വർക്കിന്റെ പ്രത്യേകത. ഓക്കെ, ഒരു വണ്ടിയും 2 വണ്ടിയും റെഡി ആയിട്ടുണ്ട്. 2 വണ്ടിയും അവർ പറഞ്ഞ സെയിം മോഡൽ സൂപ്പറയുടെ പോലെ തന്നെ. എന്തായാലും അവന്മാർ ഇങ്ങോട്ട് വരട്ടെ, ഈ വണ്ടിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്റെ പൊന്ന് ബെന്നീച്ച, ഇത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എടാ എന്നാലും ഒന്ന് ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? ഓക്കെയാണെന്ന്, ഒരു കുഴപ്പമില്ല. ഷിൻചാനെ ഗ്രാൻഡ്പാ, ഇത് നോക്ക്, ഇത് നമ്മളെ വണ്ടികൾ തന്നെ ആണോ? കണ്ടില്ല ഫ്രാങ്കില്, അതാണ് ഈ ബെന്നിയുടെ വർക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളി, ഒന്നും പറയല. എടാ അത് നോക്ക്, ഒറിജിനൽ സൂപ്പർ പോലെ തന്നെ. എടാ ഫ്രാങ്കിലെ ഒരു രക്ഷയില്ലടാ, അടിപൊളി. അതെ ഫ്രാങ്ക്ലിനാ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ വണ്ടി എടുത്ത്? അല്ല ഫ്രാങ്കില്, അപ്പൊ പൈസ തരാൻ വേണ്ടി ഞാൻ നാളെ നിന്റെ അടുത്തേക്ക് വരാം. ഓക്കെ വന്നാ മതി. പൈസ ഒക്കെ ഞാൻ തരുന്ന്, നീ വിഷമിക്കണ്ട, നാളെ എന്തായാലും തരും. ഓക്കെ. എടാ ഫ്രാങ്കിലെ, എങ്കിൽ ഞാൻ ആ പച്ച വണ്ടി എടുക്കാം, നീ ഈ വണ്ടി എടുത്തോ. ഓക്കെ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഫ്രാങ്ക്ലിനാ, അതേ ഗ്രാൻഡ്പതേ ആ പണിക്കാരനെ ഇടിച്ചു വണ്ടിയേറ്റു. ഗ്രാൻഡ്പനെ കൊണ്ട് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. എന്തായാലും പുള്ളിക്കാരൻ പിറകെ വരുന്നില്ലടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. വരുന്നുണ്ട് എന്നാ തോന്നണേ. വരുന്നുണ്ട്. എടാ ഞമ്മക്ക് എന്തായാലും പോവാ, പുള്ളിക്കാരൻ സാവധാനം വന്നോട്ടെ. എടാ വണ്ടി എന്തായാലും ഒരു രക്ഷയില്ലട്ടാ, കിട്ടില്ല പോലെ തന്നെ ബെന്നി നമ്മളെ വണ്ടിയാണെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ആ പഴയ വണ്ടിയാണെന്ന് അറിയും കൂടിയില്ല, മൊത്തത്തിൽ ഒറിജിനൽ സൂപ്പർ പോലെ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ അങ്ങനെ നമ്മളാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ ഗ്രാൻഡ് പാണെങ്കിൽ മറ്റേ വണ്ടിയായിട്ടും വരും. എന്തായാലും കുറെ സമയം എടുക്കും, പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ നമുക്ക് എന്തായാലും ഇനി നാളെ നോക്കാം. The next day. ഓക്കെ അങ്ങനെ നേരം വെളുത്തു. ഫ്രാങ്ക്ലിനാ, അതേ ഗ്രാൻഡ്പ ഇപ്പോഴാണ് വരുന്നത്, അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടില്ലേ? എടാ ഫ്രാങ്കിൽ, അത് പിന്നെ ഇന്നലെ രാത്രി ഒന്ന് കറങ്ങി നമ്മുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഞാൻ മറന്നു. എന്നിട്ടാണെങ്കിൽ എവിടേക്കൊക്കെയോ പോയി, ഇപ്പോഴാ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയത്. അതെ, ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. വണ്ടി ഇവിടെ നിന്നോട്ടെ, എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയിട്ട് ഉറങ്ങിയിട്ട് വരാം. ഓക്കെ എന്തായാലും നല്ല ടീമാ.